വിയറ്റ്നാം സൈനിക സഹകരണത്തിന് പുതിയ കുതിപ്പ്. കടൽ സുരക്ഷ മുതൽ സൈനിക പരിശീലനം വരെ. ന്യൂഡൽഹിയും ഹനോയിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തുടർച്ചയായ വേഗതയ്ക്കിടയിൽ വിയറ്റ്നാമീസ് കോസ്റ്റ് ഗാർഡ് കപ്പൽ സഹ്യോഗ് ഹോപ്പ് TSA സംയുക്ത അഭ്യാസത്തിന്റെ രണ്ടാം പതിപ്പിനായി ഇന്ത്യ സന്ദർശിക്കുന്നു. വിയറ്റ്നാമീസ് കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള 6 അംഗ പ്രതിനിധി സംഘമാണ് സന്ദർശനം നടത്തുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായുള്ള പ്രവർത്തന ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എക്സിലെ ഒരു പോസ്റ്റിൽ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സമുദ്ര മലിനീകരണ പ്രതികരണത്തിലും സമുദ്ര നിയമനിർവഹണത്തിലും പ്രൊഫഷണൽ കൈമാറ്റങ്ങളിലൂടെയും മികച്ച രീതികൾ പങ്കുവയ്ക്കുന്നതിലൂടെയും പ്രവർത്തന സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഈ ഇടപെടൽ ലക്ഷ്യമിടുന്നുവെന്ന് ICG പറഞ്ഞു. രണ്ടാം സഹ്യോഗ് ഹോപ്പ് TSC വ്യായാമം. വിയറ്റ്നാം കോസ്റ്റ് ഗാർഡ് കപ്പൽ CSB 8002 6 അംഗ VCG പ്രതിനിധി സംഘവും 7ാമത് ICG VCG ഉന്നതതല യോഗത്തിനും രണ്ടാം പതിപ്പ് സംയുക്ത വ്യായാമം സഹ്യോഗ് ഹോപ്പ് TSCക്കുമായി ചെന്നൈ സന്ദർശിക്കുന്നു. ഈ ഇടപെടൽ സമുദ്ര മലിനീകരണ പ്രതികരണത്തിലും സമുദ്ര നിയമനിർവഹണത്തിലും പ്രൊഫഷണൽ കൈമാറ്റത്തിലൂടെയും മികച്ച രീതികൾ പങ്കിടുന്നതിലൂടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും വിയറ്റ്നാം കോസ്റ്റ് ഗാർഡും തമ്മിലുള്ള പ്രവർത്തന സഹകരണം ശക്തിപ്പെടുത്തുന്നുവെന്ന് ICG പറഞ്ഞു. വിയറ്റ്നാം ആർമി അക്കാദമി ഡയറക്ടർ മേജർ ജനറൽ ഡോമിൻ ഷുവോങ്ങിന്റെ നേതൃത്വത്തിൽ വിയറ്റ്നാം പീപ്പിൾസ് ആർമിയിൽ നിന്നുള്ള 5 അംഗ പ്രതിനിധി സംഘം ഓഗസ്റ്റ് 17 മുതൽ 20 വരെ മോഹോ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണിത്. വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസിയുടെ അഭിപ്രായത്തിൽ ആധുനിക AI ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ലബോറട്ടറികൾ, നൂതന ആയുധ സംവിധാനങ്ങൾ, സമകാലിക തന്ത്രപരമായ പരിശീലന രീതികൾ എന്നിവയും പ്രതിനിധി സംഘം നേരിട്ട് പരിശോധിച്ചു. ശ്രദ്ധേയമായി ഈ സന്ദർശനം പ്രതിരോധ സഹകരണത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പായി മാറി. പരസ്പര പരിശീലനത്തിലൂടെയും പഠനത്തിലൂടെയും സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സംഭാവന നൽകി. ഓഗസ്റ്റിന്റെ തുടക്കത്തിൽ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എയർ ചീഫ് മാർഷൽ AP സിംഗ് ഹനോയ് സന്ദർശിച്ച വേളയിൽ ഉന്നതതല ഉഭയകക്ഷി സൈനിക ചർച്ചകൾ നടന്നിരുന്നു. എയർ ചീഫ് മാർഷൽ സിംഗും വിയറ്റ്നാം പീപ്പിൾസ് ആർമിയുടെ ജനറൽ സ്റ്റാഫ് മേധാവിയും ദേശീയ പ്രതിരോധ ഉപമന്ത്രിയുമായ ജനറൽ നുയൻ ടാൻ കുവോങ്ങും തമ്മിലുള്ള ആശയവിനിമയത്തിനിടെ മെച്ചപ്പെടുത്തിയ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പരിധിക്കുള്ളിൽ സൈനിക സഹകരണം ശക്തിപ്പെടുത്താനുള്ള സംയുക്ത ദൃഢനിശ്ചയം ഇരു നേതാക്കളും ആവർത്തിച്ചു. പൊതു താൽപര്യമുള്ള അന്താരാഷ്ട്ര പ്രാദേശിക സുരക്ഷാ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും വിയറ്റ്നാമും പരമ്പരാഗതമായ അടുപ്പമുള്ളതും ഊഷ്മളവുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ പങ്കിടുന്നു. ഇവ എൻഹാൻസ്ഡ് കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്നറിയപ്പെടുന്നു. സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ കേന്ദ്ര സ്തംഭങ്ങളിലൊന്നാണ് പ്രതിരോധ സുരക്ഷാ സഹകരണം. സൈനിക മേഖലകൾ തമ്മിലുള്ള വിശാലമായ സംഭാഷണത്തിലേക്കും എല്ലാ സേനാ വിഭാഗങ്ങൾക്കിടയിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിലേക്കും പരിശീലനത്തിലേക്കും ഉഭയകക്ഷി പ്രതിരോധ ഇടപെടൽ വൈവിധ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.